ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് ആണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഷോർട്ട് എസ്സേക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതിൽ 1 by 1 ആയിട്ട് 2 മാർക്കിനും സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ 3 പാർട്ടായിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ഏരിയ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3 പാർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ തമ്പനയിലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ബാങ്കിങ്ങിൻ്റെ പഴയ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഈ ചാനലിൽ. അതിനേക്കാളും സിമ്പിളായിട്ട് നോട്ട്സോട് കൂടിയിട്ടുള്ള വീഡിയോസാണ് പുതിയ തമ്പനയിലുള്ള വീഡിയോസ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിലോട്ട് കടക്കാം. ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇത് മുഴുവനായിട്ടും നമ്മുടെ അടുത്ത് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 1 by 1 ആയിട്ട് 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ നമുക്കിതിൽ ഓരോ ടൈപ്പ് ഓഫ് ബാങ്കിങ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് യൂണിറ്റ് ബാങ്കിങ് ആണ്. യൂണിറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു സ്മോൾ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഓൾ ലോക്കൽ കമ്മ്യൂണിറ്റി ഹാവിങ് ഓൺലി 1 ഓഫീസ് ആൻഡ് നോ ബ്രാഞ്ചസ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ലോക്കൽ കമ്മ്യൂണിറ്റിക്കൊക്കെ ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം നമുക്കറിയാം SBI എന്ന് പറയുന്നത്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എത്ര SBI ബാങ്ക് ഉണ്ടായിരിക്കും അല്ല, എത്ര ഫെഡറൽ ബാങ്ക് ഉണ്ടാവും, എത്ര കനറ ബാങ്ക് ഉണ്ടായിരിക്കും. പക്ഷേ യൂണിറ്റ് ബാങ്കിങ്ങിന് അങ്ങനെ ബ്രാഞ്ചസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഓൺലി 1 ഓഫീസ്, ഒരൊറ്റ ഓഫീസും ബ്രാഞ്ചുകൾ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ബാങ്കിനെയാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുക. അത്തരം സിസ്റ്റം ഓഫ് ബാങ്കിങ് ആണ് യൂണിറ്റ് ബാങ്കിങ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സ്മോൾ ടൗൺ ഹാസ് 1 ബാങ്ക്. ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആണെങ്കിൽ അവിടെ ഒരൊറ്റൊരു ബാങ്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ലോക്കൽ ബാങ്ക് എന്നാണ് അതിനെ പറയുക. വിച്ച് സെർവ്സ് ഓൺലി ദാറ്റ് ടൗൺ. അപ്പോൾ ആ ഒരു ടൗണിലെ കാര്യങ്ങൾ മാത്രമേ, ടൗണിലെ ട്രാൻസാക്ഷൻസ് മാത്രമേ അവർ കണക്കിലെടുക്കുകയും ഉള്ളൂ. അങ്ങനെയുള്ള ബാങ്കിങ് ആണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. 1 ഓഫീസ് ആൻഡ് നോ ബ്രാഞ്ചസ്. ഇതാണ് ഇവിടുത്തെ കീ ലൈൻ കേട്ടോ. 1 ഓഫീസ് ആൻഡ് നോ ബ്രാഞ്ചസ്. പിന്നെ ഈ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് എഴുതി വെക്കാം. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് ബ്രാഞ്ച് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ് ഈസ് എ സിസ്റ്റം വെർ എ ലാർജ് ബാങ്ക് ഹാസ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. ഇപ്പം നമ്മുടെ ICICI, ഫെഡറൽ, കനറ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെ. നമുക്ക് ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ബാങ്ക് ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ കീഴിൽ എത്ര ബ്രാഞ്ചസ് കാണണം? ഒരൊറ്റ ടൗണിൽ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള വൈഡർ റേഞ്ച് ഓഫ് സർവീസസ് ആണ് ഇവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉള്ള ഒരു ലാർജ് ബാങ്ക് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിനെയാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് മോണോപോളി ബാങ്കിങ് ആണ്. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പേര് പോലെ തന്നെ മോണോപോളി ബാങ്കിങ് റെഫേഴ്സ് ടു എ സിസ്റ്റം വെർ എ സിംഗിൾ ബാങ്ക് ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ബാങ്ക് ഡോമിനേറ്റ് ദ എൻറ്റയർ ബാങ്കിങ് ഇൻഡസ്ട്രി. മൊത്തം ഇപ്പോൾ നാഷണൽ ബാങ്ക്, അതാണ് മെയിൻ ഉദാഹരണം. നാഷണൽ ബാങ്ക് ഉണ്ട്, അതിന് കീഴിലാണ് എല്ലാ ബാങ്കുകളും വരുന്നത്. അപ്പം അങ്ങനെ മോണോപോളി, ഒരു സിംഗിൾ ബാങ്ക് ആയിരിക്കും, അത് അവരുടെ കീഴിലായിരിക്കും, അവർക്കാണ് ആധിപത്യം, അവരുടെ കീഴിലാണ് ബാക്കി എല്ലാവരും വരുന്നത്. അതുതന്നെയാണ് മോണോപോളി ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് എ ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഓഫീസ് ബാങ്കിങ് where 2 or more banks are controlled by a holding company. അതായത് ഒരു ബാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഹോൾഡിംഗ് ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. അല്ലെങ്കിൽ ഇതിന് പാരൻറ്റ് കമ്പനി എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. പാരൻറ്റ് കമ്പനി എന്ന് നമുക്ക് വിളിക്കാം, അതായത് ഹോൾഡിംഗ് ബാങ്കിങ് എന്നും വിളിക്കാം. അപ്പോൾ ഈ ഒരു SBIയുടെ കീഴിൽ വരുന്ന ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നതൊക്കെ SBIയുടെ കീഴേ വരുന്നതാണ് കേട്ടോ. SBP, അതേപോലെ തന്നെ SBT ഒക്കെ. അപ്പോൾ ഈ ടോപ്പിൽ നിൽക്കുന്ന SBIയുടെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കിനെയാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുക. ഓക്കെ, അടുത്തത് ചെയിൻ ബാങ്കിങ് ആണ്. ചെയിൻ ബാങ്കിങ് റെഫേഴ്സ് ടു എ സിസ്റ്റം where the same individual or group of individual control 2 or more banks. എക്സാമ്പിൾ, 1 person owns both സിറ്റി ബാങ്ക് ആൻഡ് ടൗൺ ബാങ്ക്. ഇപ്പോൾ ഒരൊറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരൊറ്റൊരു ഗ്രൂപ്പായിരിക്കും 2 ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്.
അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ചെയിൻ ബാങ്കിങ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് കേട്ടോ. ദെൻ ആറാമത്തതാണ് മിക്സഡ് ബാങ്കിങ്. മിക്സഡ് ബാങ്കിങ് ഈസ് ആൻ അപ്രോച്ച് വേർ ദ ബാങ്ക് പ്രൊവൈഡ് ബോത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഇവിടെ കൊമേഴ്ഷ്യലും ഇൻഡസ്ട്രിയൽ ബാങ്കിങ് സർവീസ് രണ്ടും കൊടുക്കുന്നുണ്ട്. കൊമേഴ്ഷ്യലും കൊടുക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവർ എന്താ പറയുക, ബോത്ത് പേഴ്സണൽ ലോണും ബിസിനസ് ലോണും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് ആണ്. Correspondent banking refers to a system where banks have a reciprocal relationship with each other, allowing them to separate efficiently and provide service to customers. For example, പറയുകയാണെങ്കിൽ സ്മോൾ ടൗൺ ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് ബിഗ് സിറ്റി ബാങ്ക് ടു ഓഫർ ഇൻ്റർനാഷണൽ സർവീസ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് കൂട്ടരും ചേർന്ന് ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരുപാട് സർവീസുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇപ്പോൾ സ്മോൾ ടൗൺ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ബാങ്കാണ്. ബിഗ് സിറ്റി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏരിയനെ ഫോക്കസ് ചെയ്യുന്ന ബാങ്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാങ്കിങ് ആണ് കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എല്ലാവർക്കും വരുന്നത്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 7 എണ്ണമാണ് ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞ് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. 1 by 1 ആയിട്ട് വാട്ട് ഈസ് യൂണിറ്റ് ബാങ്കിങ്, വാട്ട് ഈസ് ബ്രാഞ്ച് ബാങ്കിങ്, അങ്ങനെ നമ്മളോട് 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചോദിച്ചാലും ആദ്യം ബാങ്കിങ് എന്താണെന്ന് എഴുതിയിട്ട് ഒരു 2 ലൈനിലോ 3 ലൈനിലോ എഴുതിയിട്ട് വേണം നിങ്ങൾ ഇതിലോട്ട് വരാനായിട്ട്, ആൻസറിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. അപ്പോൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിലെ 2 മാർക്ക്, അതിലെ ഷോർട്ട് എസ്സേ, അതിലെ എസ്സേ വെച്ചിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.